ഇന്നലെ മുതൽ നിൽക്കുന്ന ഒരു വിഷയം ഈ നേരം വരെ എന്തുകൊണ്ടാണ് കോൺഗ്രസ് നേതാക്കൾ പ്രതികരിക്കാത്ത? താങ്കൾ പറഞ്ഞ പോലെ ഇത് ശുദ്ധമാണ്, കൈകൾ ശുദ്ധമാണ് എങ്കിൽ, ഇങ്ങനെ ഒന്നില്ല എങ്കിൽ നിഷേധിച്ചുകൊണ്ട് എന്തുകൊണ്ട് പൊതുസമൂഹത്തിന് മുമ്പിൽ വരാൻ കെ.സി. വേണുഗോപാലും കൊടിക്കുന്നിൽ സുരേഷും തയ്യാറാകുന്നില്ല? ഈ കേരളത്തിലെ ഒരു തെരഞ്ഞെടുപ്പ് സമാഗതമായിരിക്കുകയാണ്. രാഷ്ട്രീയ എതിരാളികൾ ഇതല്ല ഇതിനപ്പുറവുമുള്ള ആരോപണങ്ങളുമായി രംഗത്ത് വരും. 7 കോടിയുടെ കാര്യം എന്തിനാണ് സൗരവ് പറഞ്ഞത്? അദ്ദേഹത്തിന് വേണമെങ്കിൽ ഒരു 700 കോടി അല്ലെങ്കിൽ ഒരു 7000 കോടിയുടെ ആരോപണവുമായി കേരളത്തിൽ വരാമായിരുന്നല്ലോ. കണക്കൊക്കെ ഉണ്ടേ, പറയാൻ പറ്റൂ ഒരു പരാതിക്കാരനെ സംബന്ധിച്ച്. റജി, 1.5 വർഷം കഴിഞ്ഞു ഹരിയാനയിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട്. ഈ 1.5 വർഷക്കാലം, അതായത് ഒക്ടോബർ 5-നാണ് 2024 ഹരിയാനയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അദ്ദേഹത്തിന് ഈ ഒരു ആരോപണം ഉന്നയിക്കുവാൻ 1.5 വർഷത്തെ കാലതാമസം വേണ്ടി വന്നല്ലോ എന്ന് ആലോചിക്കുമ്പോൾ അതെന്നെ അത്ഭുതപ്പെടുത്തുന്നു. ഇത്തരത്തിലുള്ള ബാലിശമായിട്ടുള്ള ആരോപണങ്ങളൊക്കെ കൈരളിയെ പോലെയുള്ള ഒരു ചാനൽ എടുത്തുകൊണ്ട് വന്നിട്ട് കേരളത്തിലെ ജനങ്ങളെ മുമ്പാകെ മലീമസമാകുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നതിൻ്റെ ആവശ്യകത. ഞാൻ ചോദിച്ചോളട്ടെ, നിങ്ങൾ പറയുന്ന ആരാണ്? ഹരിയാനയിലെ മഹിളാ കോൺഗ്രസിൻ്റെ പോഷക സംഘടനയാണല്ലോ. അതിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏത് നേതാവായിട്ട് വരും? ഒന്ന് പറഞ്ഞു തരൂ. നിങ്ങളുടെ MP അല്ലേ അതിൻ്റെ സംസ്ഥാന പ്രസിഡൻറ്റോ മറ്റോ അല്ലേ, രാജ്യസഭാംഗം അല്ലേ? അത്ര സ്റ്റാറ്റസിലല്ലേ ആ സംഘടനയെ നിങ്ങൾ കാണുന്നത്? അതിൻ്റെ ഒരു സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? ഇവിടെ ഒരു ബിന്ദു കൃഷ്ണയോ അല്ലെങ്കിൽ നേരത്തെ ഷാനിമോൾ ഉസ്മാനോ ഒക്കെ പോലത്തെ നിലയിൽ നിൽക്കുന്ന ഒരാളല്ലേ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്ന് പറയുന്നത്? അങ്ങനെ ഒരാൾ, അല്ലാതെ ഏതെങ്കിലും തരത്തിൽ അകന്ന ഒരു പാർട്ടി ബന്ധുവോ അല്ല. തികഞ്ഞ നേതാവാണ് ഒരു സ്റ്റേറ്റിലെ. അവരുടെ ഭർത്താവാണ് പരാതിക്കാരൻ. ഇത്തരത്തിലൊക്കെ പ്രശ്നം വന്നാൽ 1.5 വർഷം എന്ന് പറയുന്നത് അധിക പഴക്കമുള്ള കാലമൊന്നുമല്ല. എത്രയോ കാലം അതിനുവേണ്ടി നടന്ന് ഇതൊരു പ്രശ്നമാകാതെ സെറ്റിൽ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടാകാം. അതിൽ പറയുന്ന മെസ്സേജിലൊന്ന്, സർ, യു me and God knows that I had given you amount in cash, but now you are saying that you don't remember. ഇതിൻ്റെയൊക്കെ ഏകദേശം അർത്ഥം നമുക്ക് മനസ്സിലായല്ലോ. ഈ പൈസ ക്യാഷായിട്ട് തന്നെ പണം തന്നു എന്നൊക്കെ പറയുന്നു, പക്ഷേ ഇപ്പോൾ താങ്കൾ പറയുന്നു ഇതൊന്നും ഓർമ്മയില്ല എന്ന് ഇതിൽ ആരോപിക്കപ്പെട്ട ഒരു നേതാവുമായി നടത്തിയതെന്ന് പറയപ്പെടുന്ന ചാറ്റാണ്. അതിൻ്റെ ഒരുപാട് വിശദാംശങ്ങളുണ്ട്. അതുപോലെ തന്നെ അതിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ നേതാവ് പറയുന്നു, ഐ വിൽ സെൻഡ് ദ അക്കൗണ്ട് നമ്പർ ഓഫ് SBI പാർലമെൻറ്റ് ബ്രാഞ്ച് എന്ന് പറയുന്ന മെസ്സേജ് അതിൽ കാണാം. അതോടൊപ്പം തന്നെ അതിൻ്റെ കോപ്പിയും കാണിച്ചിട്ടുണ്ട്, ഫോട്ടോ കോപ്പിയൊക്കെ. ഇങ്ങനെ വരുന്നൊരു വാർത്ത പൊതുസമൂഹത്തിന് മുമ്പാകെ എത്തിക്കരുതെന്നാണോ പറയുന്നത്? അത് നിയമപരമായ പരാതിക്കാരൻ കൂടിയാണ് റജി. നിയമപരമായി അദ്ദേഹത്തിന് എന്തെങ്കിലും തരത്തിലുള്ള പരാതി ഉണ്ടെങ്കിൽ നിയമപരമായിട്ടുള്ള നടപടികളിലേക്ക് അദ്ദേഹത്തിനെ ആശ്രയിക്കാമല്ലോ. ഈ 1.5 വർഷത്തിന് ശേഷം മഹാഅപരാധം കൈരളി ചെയ്തു എന്ന് റജി പറഞ്ഞു കേട്ടോണ്ടാണ്. അതെ, ഈ 1.5 വർഷത്തിന് ശേഷം ഇത്തരത്തിൽ കേരളം ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ രാഷ്ട്രീയ എതിരാളികളെ ഏതെങ്കിലും തരത്തിൽ തേജോവധം ചെയ്യുന്നതിന് വേണ്ടി വ്യാജ ആരോപണങ്ങളുമായി രംഗത്ത് വരുന്നവരെ കൈരളി പോലെയുള്ള ചാനലുകൾ പ്രോത്സാഹിപ്പിക്കുക. എൻ്റെ ചോദ്യം റജി കേട്ടല്ലോ. എൻ്റെ ചോദ്യം എന്തായിരുന്നു? അങ്ങനെ ഇന്നലെ രാത്രി വാർത്താ സമ്മേളനം, ഇവിടെ DGPയെ കാണുന്നു, പരാതി കൊടുക്കുന്നു, ഇതിൻ്റെ ജൂറിസ്ഡിക്ഷൻ കേരള പോലീസ് ഓർമ്മിപ്പിക്കുക. അങ്ങനെയാണെങ്കിൽ കേരള പോലീസ് വാങ്ങിച്ചു വെക്കുകയല്ലേ ചെയ്യേണ്ടത്? ഞാൻ മനസ്സിലാക്കുന്നത് ഈ പണമിടപാടും മറ്റും നടന്ന് ദില്ലിയുമായി കേന്ദ്രീകരിച്ചോ മറ്റോ ആയതിൻ്റെ പേരിൽ ജൂറിസ്ഡിക്ഷൻ അവിടെ ആയതുകൊണ്ട് ഇവിടെ കൊടുത്ത പെറ്റീഷൻ അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയോ മറ്റോ ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ പറഞ്ഞത്, അങ്ങനെ ഇന്നലെ മുതൽ നിൽക്കുന്ന ഒരു വിഷയം ഈ നേരം വരെ എന്തുകൊണ്ടാണ് കോൺഗ്രസ് നേതാക്കൾ പ്രതികരിക്കാത്ത? താങ്കൾ പറഞ്ഞ പോലെ ഇത് ശുദ്ധമാണ്, കൈകൾ ശുദ്ധമാണ് എങ്കിൽ, ഇങ്ങനെ ഒന്നില്ല എങ്കിൽ നിഷേധിച്ചുകൊണ്ട് എന്തുകൊണ്ട് പൊതുസമൂഹത്തിന് മുമ്പിൽ വരാൻ കെ.സി. വേണുഗോപാലും കൊടിക്കുന്നിൽ സുരേഷും തയ്യാറാകുന്നില്ല? നോക്കൂ, ഇത്തരത്തിലുള്ള വ്യാജമായിട്ട് വരുന്ന ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ ഈ ഇന്ത്യ മഹാരാജ്യത്തെയും കേരളത്തിലെയും ഒക്കെ പ്രമുഖരായിട്ടുള്ള കോൺഗ്രസ് നേതാക്കൾക്ക് അവർക്ക് അതിൻ്റേതായ ഒരു ആവശ്യകതയുണ്ടോ? അവരെല്ലാം ഇന്ന് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം എന്താണ് ചെയ്യേണ്ടത്? പിന്നെന്താണ്? ഒന്നുകിൽ നിഷേധിക്കണം, ഇല്ലെങ്കിൽ ഒരു കാര്യം പറയണം, ഞാൻ ഇതിനെതിരെ വക്കീൽ നോട്ടീസ് അയക്കുന്നു, മാനനഷ്ടത്തിന് കേസ്. ഇതൊക്കെയല്ലേ നാട്ടു നടപ്പ്? ഇത് ഏതെങ്കിലും ചെയ്തോ? പകരം റജി പറഞ്ഞ പോലെയാണെങ്കിൽ മിണ്ടാതെ മാളത്തിൽ ഒളിച്ചിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. നോക്കൂ, നമ്മുടെ ജനാധിപത്യ രാജ്യത്ത് ആർക്ക് ഒരു പരാതി ഉണ്ടെങ്കിലും ഏതെങ്കിലും ഒരു ഗ്രീവൻസസ് ഉണ്ടെങ്കിലും വിത്ത് തെളിവ് എവിഡൻസ് സഹിതം അതിനെ നിയമ നടപടി സ്വീകരിക്കുന്നതിന് ഒരു തടസ്സവുമില്ല. അതാണ് റജി, ശരിയാണ് റജി. അങ്ങനെയാണെങ്കിൽ അപ്പുറത്ത് ആരോപണ വിധേയരായ ആളുകൾ, ആ രാഷ്ട്രീയ നേതാക്കൾ ചെറിയ ആളുകളല്ല. ഒരാൾ കോൺഗ്രസിന്റെ സംഘടനാ ചുമതല വഹിക്കുന്ന ACC ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹത്തെക്കുറിച്ചാണ്, അദ്ദേഹത്തിന്റെ PA പണം വാങ്ങി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റൊരാൾ ദീർഘകാലം, എത്ര വർഷമാണെന്ന് റജിക്കറിയാമെങ്കിൽ പറഞ്ഞോളൂ, ഏതാണ്ട് 50 വർഷത്തിനടുത്തെങ്കിലും ആയിട്ടുണ്ടെന്ന് പറയേണ്ടി വരും. 10, 35, 40 വർഷക്കാലമായി കേരളത്തിൽ നിന്ന് ലോക്സഭാംഗമായിട്ടുള്ള കൊടിക്കുന്നിൽ സുരേഷാണ്. ഒരു കാലത്ത് AICCയുടെ സെക്രട്ടറി ആയിരുന്ന ആളല്ലേ, കേന്ദ്രമന്ത്രിയായിരുന്ന ആളല്ലേ, വളരെ പ്രമുഖനായ ഒരു കോൺഗ്രസ് നേതാവല്ലേ. ഇങ്ങനെയുള്ള നേതാക്കളെ ആക്ഷേപിക്കുന്നുവെങ്കിൽ
അവരെന്താണ് ചെയ്യേണ്ടത്? അതൊന്ന് പറഞ്ഞത് റെജി സമൂഹത്തോട്. അത് അവരെന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നതിന് മുമ്പ് ഇത് ഈ ഇലക്ഷൻ സമയത്ത് പേയ്മെന്റ് സീറ്റുകൾ സംബന്ധിച്ച് നമ്മുടെ സംസ്ഥാനത്ത് വിവാദങ്ങൾ ഉണ്ടാകുന്നത് ആദ്യത്തെ സംഭവമല്ല. ശരി, അത് ഒരു വിഷയത്തിന്റെ കാര്യമല്ല, റെജി. 2014 പറഞ്ഞു. ഈ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഡോക്ടർ ബെന്നറ്റ് എബ്രഹാമിന്റെ സ്ഥാനാർത്ഥിത്വവുമായി സംബന്ധിച്ച് 1,87,00,000 രൂപയുടെ ഒരു ആരോപണം ഉയർന്നു വന്നിരുന്നു. അന്ന് ഈ നിങ്ങളുടെ ചാനലൊന്നും ഇത് സംബന്ധിച്ച് ആര് പറഞ്ഞു? റെജി, ആവേശത്തോടു കൂടി ഈ ഭൂലോകത്തല്ലേ ജീവിക്കുന്നത്? അല്ല, കേരളത്തിലെ ഏറ്റവും വലിയ വാർത്തയായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് CPI എന്ന പാർട്ടി അത് പരിശോധിക്കുന്ന നിലയുണ്ടായി. അതിനനുസരിച്ച് മുന്നോട്ട് പോയി. ഞാൻ എൻ്റെ ചോദ്യത്തിലേക്ക് താങ്കൾ വന്ന് വീണ്ടും വീഴുകയാണ്. ഞാൻ ചോദിച്ചത്, അങ്ങനെ ആരോപണം ഉയരുമ്പോൾ ആരോപണം വിശ്വസിക്കുന്നില്ല, അങ്ങനെ ആരോപണമായി തന്നെ നമുക്ക് നിൽക്കാം. പക്ഷേ ആ നേതാക്കൾ എന്താണ് ചെയ്യേണ്ടത്? അതൊന്ന് റെജി പറഞ്ഞതാ. KC വേണുഗോപാലും കൊടിക്കുന്നിൽ സുരേഷും ഇങ്ങനൊരു ആക്ഷേപം ഉയരുമ്പോൾ ചെയ്യേണ്ടത് എന്താണ്? ഞാൻ ചില മാർഗ്ഗങ്ങളൊക്കെ പറഞ്ഞു, നമുക്ക് പരിചയമുള്ളത് അതാണ്. താങ്കൾ അതൊന്നും വേണ്ട എന്നാണ്. എന്ന് പറഞ്ഞാൽ നേതാക്കൾ ഇതൊന്നും മിണ്ടാതിരുന്നാൽ എല്ലാവരും അങ്ങ് വിശ്വസിച്ചു കൊള്ളും എന്നാണോ? ഇതൊക്കെ ഈ ഇലക്ഷൻ വരുന്ന ഒരു സംസ്ഥാനത്ത് ഇങ്ങനെയുള്ള ആരോപണങ്ങൾ നിത്യേന എന്നോണം ഇനിയും വരും. ഇതിലൊന്നും ഇതൊക്കെ നിസാരമായിട്ടുള്ള വ്യാജമായിട്ടുള്ള ചില ജൽപ്പനങ്ങൾ മാത്രമാണ്. ഇതിലൊന്നും ഒരു കഥയും ഇതിനൊക്കെ മറുപടി പറയാൻ അതിന് സമയം കളയേണ്ടതിൻ്റെ ആവശ്യം എന്തിനാണ് ഈ നേതാക്കൾക്കുള്ളത്? ഇനി ആർക്കെങ്കിലും അത് സംബന്ധിച്ച് ഇപ്പം കൈരളി ചാനലിൽ തന്നെ ഇത് സംബന്ധിച്ച് എന്തെങ്കിലും വ്യക്തത വേണമെന്നുണ്ടെങ്കിൽ നേരിട്ട് ഈ ബന്ധപ്പെട്ട നേതാക്കന്മാരോട്. ശരി, അത്രയും പറഞ്ഞുകൊണ്ട് പറയാം. ഈ വാർത്ത കൊടുത്തപ്പോൾ റെജി ഗോളടിക്കാൻ അവസരം ഇങ്ങനെ തരരുത്. ഇന്ന് രാവിലെ തന്നെ ശ്രീ കൊടിക്കുന്നിൽ സുരേഷുമായി ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ ഞങ്ങളുടെ പ്രതിനിധി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഇന്ന് 11 മണിക്ക് ശേഷം ഈ പരാതിക്കാരൻ്റെ വീണ്ടും വാർത്താ സമ്മേളനം ഉണ്ടെന്ന് കേൾക്കുന്നു, അതുണ്ടെങ്കിൽ അതിനുശേഷം പ്രതികരിക്കാം, അല്ലെങ്കിൽ അതിനുശേഷം പറയാം. അദ്ദേഹം പ്രതികരിച്ചിട്ടില്ല ഈ നേരം വരെ. ഞാൻ അതാണ് ചോദിച്ചത്, എന്തുകൊണ്ടാണ് കൊടിക്കുന്നിൽ സുരേഷ് പ്രതികരിക്കാത്തത്? എന്തുകൊണ്ടാണ് KC വേണുഗോപാൽ പ്രതികരിക്കാത്തത്?